വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പാരൻസിൻ്റെ കൈ പിടിച്ചിട്ട് നമ്മൾ സ്കൂളിലെ പടി ഇങ്ങനെ കയറിപ്പോവും. ഇപ്പോൾ ദേ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈ പിടിച്ചിട്ട് സ്കൂളിലെ പടി കയറാൻ പോകുമ്പോൾ എന്ത് പെട്ടെന്നല്ലേ കാലങ്ങളൊക്കെ പോകുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പെയാണ് പിള്ളേരൊക്കെ വലുതാവുന്നതും സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ. ഒപ്പം തന്നെ നമുക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചാച്ചന് ഓർഡർ ചെയ്ത സംഭവം മാത്രം വന്നിട്ടുള്ളൂ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷെ അത് ഇന്ന് വന്നു കേട്ടോ. ഞാൻ അത്രയും മരിച്ച് പെറുക്കി എല്ലാവരുടെയും റിവ്യൂസ് നോക്കി, അത് നോക്കി ഇത് നോക്കി, ഗൂഗിളിനോടും ChatGPT-നോടും എല്ലാത്തിനോടും ഞാൻ നോക്കിയിട്ടാണ് ഈ സംഭവം ഞാൻ ഓർഡർ ചെയ്തത് തന്നെ. ഇനിയിപ്പോൾ കുറച്ച് പേര് പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ മുഖത്ത് കുരുവുള്ള മുഖമാണ്, അപ്പോൾ ഇതൊക്കെ തേച്ചില്ലാത്തത് വരുത്തി വെക്കണ്ട എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, അത് നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നവരുണ്ട്, അല്ലാണ്ട് നമ്മൾ കളിയാക്കി കുത്തിപ്പെടുത്തി പറയുന്നവരുണ്ട് കേട്ടോ. എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ എന്തായാലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യില്ല. അതിനൊരു പാച്ച് ടെസ്റ്റ് നടത്തും. ഒന്നല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളംകൈയിലോ കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് പറ്റില്ല, എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോവില്ല. എന്തായാലും ഇത് ട്രൈ ചെയ്തേക്കണ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നെഗറ്റീവായിട്ടാണ് തോന്നിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. സംഭവം ഞാനതൊക്കെ ഓർഡർ ചെയ്തെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ഓർഡർ ചെയ്യാൻ മറന്നുപോയി. ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിരുന്നു, പക്ഷെ ഞാനത് ഓർഡർ ചെയ്യാൻ മറന്നുപോയി. ഇനി ചാച്ചൻ വന്നിട്ട് വേണം വീണ്ടും ഓർഡർ ചെയ്യാനായിട്ട്. അങ്ങനെ അൺബോക്സ് ചെയ്തതിൻ്റെ ഉത്സാഹത്തിൽ നേരെ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് അൺബോക്സ് ചെയ്യാനിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. ഏതമോനെ കൊണ്ടുവരാനും ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഏതമോനെ കൊണ്ടുവരാൻ വേണ്ടി ഓടി. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ പാരൻസിനോട് വിശേഷങ്ങളും അന്നുണ്ടായ സംഭവങ്ങളും അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തെന്നൊക്കെ വന്ന് ഓടി പറയല്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതപ്പൻ. അവൻ ചെയ്ത ഹാൻഡ് ക്രാഫ്റ്റാണ് കേട്ടോ, ഓടി വന്ന് കാണിച്ചു തരികയാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. അന്ന് എനിക്കുണ്ടായിരുന്നു ഇതേപോലെ വീട്ടിൽ നിന്ന് പോകാൻ മടി, പക്ഷെ സ്കൂളിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ നേരെ പപ്പയുടെ അടുത്തേക്കും അമ്മാമ്മയുടെ അടുത്തേക്കും കാണിക്കാൻ വേണ്ടി ഓടാണ്. പപ്പയുടെ അടുത്തേക്ക് അങ്ങ് ഓടിക്കൊണ്ടേ കാണിച്ച് ഇച്ചിരി ഹെഡ് വെയിറ്റോട് കൂടി അവിടെ ഇട്ടങ്ങ് പോരാണ്ടോ. ഞാൻ ചെയ്ത സംഭവം വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇടലായിരുന്നേ. പിന്നെ ഡോണുവിൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡോണുവിൻ്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തവിട് പൊടിയാക്കിയിട്ടേ നമുക്ക് തിരിച്ചു തരുള്ളൂ. അങ്ങനെ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും അനിയനും അവിടെ വൻ യുദ്ധമായിരിക്കും കേട്ടോ. ഇവൻ്റെ ഈ തുള്ളൽ കണ്ടാൽ പറയോ ഇവിടെ നിന്ന് മോങ്ങിപ്പോയ ആളാണെന്ന്. അങ്ങനെ പപ്പയുടെ വക കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം നേരെ പോയത് ദേ അമ്മാമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അമ്മാമ്മേനെയും കാണിച്ച് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മവും വാങ്ങി ചെക്കൻ ഹാപ്പി. അവൻ തന്നെ അവൻ്റെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് കാണിക്കും കേട്ടോ, ഞാൻ എല്ലാം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ചില ദിവസങ്ങളിൽ കുറച്ച് ബാക്കി വയ്ക്കും, ചില ദിവസങ്ങളിലെല്ലാം കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു കുളിയും പാസ്സാക്കി ഫ്രഷായി. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.